എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ ആൾക്കാര് ഐസ്ബർഗിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പൗലിക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവില്ല. ആ ഐസ്ബർഗ് അവൻ ഫുൾ കലിപ്പില് പൗലിയോട് ചോദിക്കും, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ഒരു സ്കെച്ചും എടുത്ത് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ, എന്നിട്ട് നീ വീണ്ടും ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാണോ? അതിന് പൗലി അവൻ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ചുറ്റും നോക്കും. പൗലി ചോദിക്കും, ഇവരെല്ലാവരും ഷിപ്രൈറ്റ്സ് അല്ലേ? നമ്മുടെ ടീമിലുണ്ടായിരുന്നവര് ഇവരാണോ മാസ്ക് ഒക്കെ ഇട്ടു വന്ന് നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? എന്നെ കൊണ്ടിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവരെങ്ങനെ ഇങ്ങനെ ചേഞ്ചായി? അപ്പോഴായിരിക്കും പൗലി അവൻ പറയാ, ഞങ്ങളെല്ലാവരും ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് ഏജൻസ് ആണ്. ഞങ്ങൾ ചെയ്ത കാര്യം അത് തെറ്റാണ്. അതിന് മാപ്പ് ചോദിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇത്രയും കാലവും ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ബ്ലൂ പ്രിന്റ് അത് നിങ്ങൾ ഞങ്ങളെ തിരികെ ഏൽപ്പിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ ജീവിക്കാം. അതിന് പൗല് പറയും, ഇല്ല, ഒരിക്കലും ഇല്ല. ഇത്രയും വലിയ ദ്രോഹം ചെയ്ത നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ പൗലി അവൻ വമ്പ സ്പീഡില് ഓടി അടുക്കുകയാണ്. ഐസ്ബർഗ് അത് കണ്ട്, നോ, പൗലി ഒരു കാരണവശാലും അവരെ അറ്റാക്ക് ചെയ്യരുത് എന്ന് പറയുമ്പോഴേക്കും പൗലി കത്തിയൊക്കെ കണക്ട് ചെയ്ത വലിയൊരു റോപ്പ് അതിപ്പോ അവർക്ക് നേരെ അറഞ്ചം പുറഞ്ചം വീശും. പക്ഷെ എന്താ, അവരുടെ ബോഡിയിൽ ഒരു പോറല് പോലും ഏൽക്കില്ല. ലുച്ചി അങ്ങനെ മുൻപോട്ട് വന്ന് അവന്റെ ഒരു ഫിംഗർ ഉപയോഗിച്ച് പൗലിയുടെ നെഞ്ചില് ആഞ്ഞു കുത്തും. ചോര തുളുമ്പി ഒരുപാട് വേദനയില് അവൻ നിലവിളിക്കും. ഓൾറെഡി പൗലിയുടെ ബോഡിയില് ഒരുപാട് ബുള്ളറ്റ്സ് ഉണ്ട്. സോ അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പൊ പതിയെ താഴേക്ക് വീഴും. ലൊച്ചി പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ 6 പവേഴ്സ് ഉണ്ട്. മനുഷ്യരെ കഴിഞ്ഞും 10 മടങ്ങ് പവർ ഞങ്ങൾക്കിപ്പോ കൂടുതലാണ്. സോ ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് വെറുതെ ടൈം പാഴാക്കരുത്. പൗലി ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലുള്ള ചില കാര്യങ്ങൾ ആലോചിക്കും. അവരെല്ലാവരും ഇത്രയും നാള് ഹാപ്പി ആയിട്ട് ജീവിച്ചതും വർക്ക് ചെയ്തതും എൻജോയ് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ആലോചിക്കാൻ തുടങ്ങും. പൗല് ചോദിക്കും, നിങ്ങൾ ഇത്രയും നാളും സ്നേഹം നടിച്ച് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അല്ലേ? എന്നെ കൊണ്ടിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന് ലൊച്ചി അവൻ പറയും, ശരിയാണ്, ഇത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. പക്ഷെ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ഒരു ഫ്രണ്ടിന്റെ കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം അത് നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവൻ കൈ വീശി ഇപ്പൊ പൗലയെ കൊല്ലാനായിട്ട് ഒരുങ്ങും. അപ്പോഴായിരിക്കും നമ്മുടെ ചക്കൻ ലൂഫി അവൻ ചാടി വന്ന് അവന്റെ കാൽ അങ്ങനെ നീട്ടി ലൊച്ചിയെ തൊഴിക്കാൻ ശ്രമിക്കുക. പക്ഷെ കറക്റ്റ് ആയിട്ട് ലൊച്ചി അവന്റെ കാല് ക്യാച്ച് ചെയ്യും. ലൂഫി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. കാരണം ഇതുവരെ അവന്റെ പഞ്ച് ആരും തടഞ്ഞിട്ടില്ല. പക്ഷെ അടുത്ത സെക്കൻഡ് ലൂഫി അവൻ വീണ്ടും അവന്റെ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് അറഞ്ചം പുറഞ്ചം ലൊച്ചിയെ ആഞ്ഞടിക്കും. പക്ഷെ അവൻ എത്രയൊക്കെ ഇടിച്ചിട്ടും ലൊച്ചിക്ക് ഒരു പോറല് പോലും ഏൽക്കില്ല. അവൻ കരിങ്കല്ല് പോലെ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ലൂഫിയുടെ ഈ ഒരു ഇടിയില് കരിങ്കല്ലാണെങ്കിൽ പോലും തകർന്നു പോകും. പക്ഷെ ലൊച്ചി അവൻ കല്ലാണോ മനുഷ്യനാണോ എന്നൊന്നും ലൂഫിക്ക് പിടികിട്ടില്ല. ലൊച്ചി അങ്ങനെ ക്യാഷ്വലായിട്ട് ചിരിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇൻവിസിബിൾ ആവും. അവൻ എവിടെ പോയെന്ന് പറഞ്ഞ് ലൂഫി ചുറ്റും നോക്കും. അവൻ ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക് എന്നിങ്ങനെ ഓരോ ഭാഗത്തേക്കായി മാറി മാറി വരും. അതിനുശേഷം ഒരു സിംഗിൾ ഫിംഗർ അതുപയോഗിച്ച് ഇപ്പൊ ലൂഫിയെ അങ്ങനെ തട്ടിത്തെറിപ്പിക്കും. ലൂഫിക്കാണെങ്കിൽ അവന്റെ ത്രോട്ടിന് നല്ല പെയിൻ എടുക്കും. പക്ഷേ ലൂഫി അവൻ വിട്ടുകൊടുക്കാതെ അവന്റെ കൈ നീട്ടി പൗലിയെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റും. ലൂഫി ചോദിക്കും, നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഇത്രയും നാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നടന്ന് ഫ്രണ്ട്സിനെ തന്നെ ചതിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു? പക്ഷെ ഇനി നിങ്ങൾ ഐസ്ബർഗിന്റെയോ പൗലിയുടെയോ ബോഡിയിൽ തൊട്ടാ വിവരം അറിയും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം റോബിൻ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയി എന്നാണ്. അതിന് റോബിൻ പറയും, ഞാൻ ഡോക്ടർ ചോപ്പറിന്റെ അടുത്തും സാഞ്ചിയുടെ അടുത്തും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഞാനൊരു ഗവൺമെന്റ് സർവന്റ് ആണ്. CP9 ടീമിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീംമേറ്റ്. എനിക്ക് എന്റെ ആഗ്രഹം അതെന്ത് വില കൊടുത്തും നിറവേറ്റിയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ ആരെ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യും. അതിന് ലൂഫി ചോദിക്കും, അത്രയും വലിയ ആഗ്രഹം അതെന്താണ്? അതിന് റോബിൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഉടനെ ഐസ്ബർഗ് ആള് നിലവിളിച്ചു പറയും, നിക്കോ റോബിൻ, ഇനിയെങ്കിലും നീ ഇതൊക്കെ മതിയാക്ക്. ഇവരുടെ കൂടെ കൂടി നീയും ബാഡായിട്ട് മാറുകയാണ്. അത് കേട്ട് റോബിൻ അവൾ ഫുൾ കലിപ്പില് അവളുടെ കൈകൾ ഉപയോഗിച്ച് ഇപ്പൊ ഐസ്ബർഗിനെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. ഉടനെ ആ നൂഡിൽസ് തലയൻ അവൻ പറയും, ഞങ്ങളുടെ മുൻപില് അധിക സമയമില്ല. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അവനിപ്പോ ആ കാലിഫിയോട് ടൈം എത്രയും ചോദിക്കും. അതിനവള് പറയും,
2 മിനിറ്റ് മാത്രം. അത് കേട്ട് വണ്ടറടിച്ച് ഇപ്പൊ ലൂഫി ചോദിക്കും, 2 മിനിറ്റോ? 2 മിനിറ്റ് കഴിഞ്ഞാ എന്താ സംഭവിക്കുക? അപ്പോഴായിരിക്കും അവർ പറയാ, 2 മിനിറ്റ് കഴിഞ്ഞ ഈ ഒരു വലിയ ബിൽഡിങ് അത് മുഴുവനായിട്ടും പൊട്ടി അങ്ങോട്ട് തെറിക്കും. CP9 കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ലിങ്കും ഒന്നും തന്നെ ഞങ്ങൾ ബാക്കി വെക്കാറില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞങ്ങൾ സേഫ് ആയിട്ടിരുന്നത്. സോ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്. പക്ഷെ നമ്മുടെ ആൾക്കാർ ഒരിക്കലും ഒന്നും കണ്ട് പേടിച്ച് പുറകിലേക്ക് പോകുന്ന ആൾക്കാരല്ല. അവരാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അതിനാ വില്ലന്മാര് പറയും, ഇൻ കേസ് ഈ ഒരു പൊട്ടിത്തെറി അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും ജനങ്ങൾ ഒരിക്കലും നിങ്ങൾ വെറുതെ വിടില്ല. ഐസ്ബർഗിനെയും പൗലിയെയും ഇവിടെയുള്ള എല്ലാവരെയും കൊന്നത് അത് നിങ്ങളാണെന്ന് തന്നെയായിരിക്കും ജനങ്ങൾ വിശ്വസിക്കുക. നാമി അത് കേട്ട് കൺട്രോൾ പോവും. നിങ്ങൾ ഇത്രയ്ക്കും ബാഡ് ആയിട്ടുള്ള ഒരു ടീമാണോ? ഗവൺമെന്റിന്റെ ടീം ഇത്രയും മോശമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കള്ളം, ചതി, വഞ്ചന എന്നിവയിലൂടെയാണോ നിങ്ങൾ നിങ്ങളുടെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നേ? അവരതിന് ക്യാഷ്വലായിട്ട് പറയും, ഞങ്ങൾക്കതില് ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ ഡ്യൂട്ടി അത് കംപ്ലീറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് പ്രധാനം. ഉടനെ റോബിൻ അവളിപ്പോ അവരോട് പറയും, നമ്മുടെ മിഷനൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് ആയില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവള് പോവാൻ റെഡിയാവും. ഉടനെ ലൂഫി, ഒരു കാരണവശാലും നിന്നെ ഞാൻ വിടില്ല എന്ന് പറയും. ഐസ്ബർഗും റോബിനെ തടയാൻ ശ്രമിക്കും. പക്ഷെ റോബിൻ അവൾക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ മുൻപോട്ട് അങ്ങനെ നടക്കും. ലൂഫി ആണെങ്കിൽ അവളെ വിടാതെ പിന്തുടർന്ന് അവളെ തിരികെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഒരു വില്ലൻ അവന്റെ മുൻപിലേക്ക് വരും. ലൂഫിക്ക് അവന്റെ സകല ക്ഷമയും നശിച്ച് അവന്റെ കൈ ചുരുട്ടി ഒരൊറ്റ ഇട്ടി. പക്ഷെ ആ വില്ലനാണെങ്കിൽ ഒരു പോറല് പോലും ഏൽക്കില്ല. ലൂഫി ചോദിക്കും, നിങ്ങളെയൊക്കെ എന്തുകൊണ്ടാ ഉണ്ടാക്കിയേക്കുന്നേ? പാറക്കല്ലുകൊണ്ടാണോ? അതിനവൻ പറയും, ഞങ്ങൾ വർഷങ്ങളായി നല്ല ട്രെയിനിങ് എടുക്കുകയാണ്. അങ്ങനെ ട്രെയിനിങ് എടുത്തെടുത്ത് ഞങ്ങളുടെ ബോഡി ഇപ്പോ അയൺ പോലെ ആയിരിക്കുകയാണ്. നീ എത്രയൊക്കെ പഞ്ച് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. ലൂഫിക്ക് ആണെങ്കിൽ അത് കേട്ട് വാശി കൂടും. അവൻ വീണ്ടും വീണ്ടും അച്ചറം പൊച്ചറം ഇടിക്കും. പക്ഷെ അവനാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അവരെ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അവരുടെ ബോഡി അത് അയണാക്കി മാറ്റാനും രക്ഷപ്പെടാനായി ഞൊടിയിടയിൽ അവർക്ക് അവരുടെ ബോഡി പേപ്പറാക്കി മാറ്റാനും കഴിയും. ലൂഫി ആണെങ്കിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അപ്പോഴായിരിക്കും ആ അസിസ്റ്റന്റ് പെണ്ണ് കാലിഫയും കക്കുവും അവർ രണ്ടുപേരും ചാടി വീണ് ലൂഫി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുക. അത് കണ്ട് സോറോ നിലവിളിച്ചു പറയും, എല്ലാവരും മാറിക്കോ, അത് സ്ലൈസിങ് അറ്റാക്കാണ്. അടുത്ത നിമിഷം അവരാഞ്ഞു വീശും. ആ ഒരു വീശില് അവിടെ ഉണ്ടായിരുന്ന ചുമര് അത് രണ്ടായി കട്ടായി പോവും. നമ്മുടെ ആൾക്കാർ തല കുനിച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. അസിസ്റ്റന്റ് പെണ്ണ് പറയും, ഇതിന്റെ പേര് ആക്ച്വലി ടെമ്പസ്റ്റിക് ക്വിക്ക് എന്നാണ്. അതായത് ഞങ്ങൾ എത്രത്തോളം സ്പീഡില് ആഞ്ഞു പഞ്ച് ചെയ്യുന്നോ അത്രയും സ്പീഡില് കാറ്റ് വന്ന് ഒരു വാള് പോലെ ഏത് ഒബ്ജക്റ്റിനെയും വെട്ടി രണ്ടാക്കിയിടും. അത് കേട്ട് സോറോ ഒരു കത്തിയെടുത്ത് അങ്ങനെ വീശും. പക്ഷെ കക്കു അവൻ സിമ്പിൾ ആയിട്ട് ആ ഒരു കത്തി തടയും. അടുത്ത സ്ക്വാഡ് എടുത്ത് സോറ വീണ്ടും വെട്ടാൻ ശ്രമിക്കും. അതിന് കക്കു പറയും, നമ്മൾ ആ കപ്പലിൽ വെച്ച് മീറ്റ് ചെയ്തതല്ലേ, ഞാൻ കപ്പലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് നീ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? സോറ ചോദിക്കും, അപ്പൊ നീ കപ്പലിനെ കുറിച്ച് പറഞ്ഞതെല്ലാം നുണയായിരുന്നോ? അതിനവൻ ചിരിക്കും. എന്നിട്ട് രണ്ടുപേരും ഒരു ഞട്ടി ഇടി ബഹളം. അപ്പൊ മറ്റൊരു ഭാഗത്ത് ലൂഫി കാണും സാക്ഷാൽ റോബിൻ. അവള് ഒരു ജനൽ തുറന്ന് അതിലൂടെ താഴേക്ക് ഇറങ്ങാണ്. ലൂഫി ആണെങ്കിൽ റോബിന്റെ പേര് വിളിച്ച് അലറാൻ തുടങ്ങും. അതിനവള് പറയും, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് അവളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ലൂഫി വീണ്ടും അവളുടെ പിന്നാലെ ഓടാൻ തുടങ്ങും. കക്കു ആണെങ്കിൽ അവന്റെ വിരൽ വെച്ച് സോറയുടെ ബോഡിയിൽ അറഞ്ചം പുറഞ്ചം കുത്തി പരിക്കേൽപ്പിക്കും. ലൂഫി അവളുടെ പിന്നാലെ ഓടി വരുമ്പോഴേക്കും അവൾ ആ ജനലിൽ നിന്ന് താഴേക്ക് ചാടി അവിടുന്ന് ഓടി രക്ഷപ്പെടും. അപ്പൊ ഒരു വില്ലൻ വന്ന് ലൂഫിയുടെ മുഖത്ത് പിടിച്ച് അങ്ങനെ ഉയർത്തിപ്പിടിക്കും. അവനിപ്പോ ലൂഫിയെ ചുമരിൽ ആഞ്ഞടിക്കും. അവര് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും പവർ കിട്ടിയേ? അതിനവര് പറയും, ഇത്രയും കാലവും ഞങ്ങൾ വേറൊരു ഡയമെൻഷനിൽ ട്രെയിനിങ് എടുത്ത് ജീവിക്കുകയായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഗവൺമെന്റിന്റെ സർവൻസ് ആണ്. മാത്രമല്ല ഞങ്ങൾ ആക്ച്വലി 6 സൂപ്പർ ഹീറോസിന്റെ പവർ പോലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞവരാണ്. അവര് പറയും, ഇനിയും ഞങ്ങളുടെ മുൻപിൽ ടൈമില്ല. ആ 2 മിനിറ്റ് അത് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പോകുന്നതിന് മുൻപ് ഒരു വലിയ ട്വിസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരിപ്പോ അവരുടെ ഷേപ്പ് അത് വീണ്ടും ചേഞ്ച് ചെയ്യും. അവരുടെ ആ ഒരു ഭീമൻ രൂപം അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.